സാഗര കടപ്പുറത്തിനി ഉത്സവമായി. അപ്പൊ ഞാനും അളിയനും കൂടി എന്തേ മീനെ വാങ്ങാനായിട്ട് പോവാണ് അല്ലേ അളിയ? തോർത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തോർത്തായിട്ട് പിടിക്കാനാണോ? അവള് കുളത്തിൽ ചാടി പിടിക്കുന്നു മീനെ. വിടുവിനെ കൊണ്ടുപോകാന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഇവിടുത്തെ തിരക്കുകൾ കാരണം പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. ബർത്ത്ഡേ ബോയിനെ കൊണ്ട് പോകണം. അപ്പൊ ഇന്ന് അളിയന്റെ ബർത്ത്ഡേ ആണ്. വീണ്ടും ഒന്നും കൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. മുകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ നേരെ പെരുമ്പാവൂര് കണ്ട പോണേ, നമ്മുടെ ജോസഫ് ഡോക്ടറിന്റെ ഫാമിലിക്ക്. ആളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു, ആൾക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാ. അപ്പൊ അങ്ങനെ അളിയനും കൂടി ഊത്തൽ പിടിക്കാൻ പോവാണ്. അപ്പൊ എന്നിട്ടായാലും നല്ല നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ. നല്ല മഴ പറഞ്ഞാൽ നല്ല ശക്തമായ മഴ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിർത്താണ്ട് മഴ പെയ്യുന്നത്. ആ മഴ തന്നെയാണ് കണ്ടിന്യൂസ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്നും ചെറുതായിട്ടൊന്നും നിൽക്കും, എന്നിട്ട് വീണ്ടും പെയ്യാം. അപ്പൊ ഞങ്ങൾ വന്ന് അങ്ങനെ മുഴിക്കുളം എത്തി. നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് പോയി അങ്കമാലി പോയി എന്നാണ് എന്റെ പ്രതീക്ഷ. പോയിട്ടുണ്ട് മുമ്പ്, പോയി പള്ളി മൂഴിക്കുളം പള്ളി. മൂഴിക്കുളമല്ലോ വന്നിട്ടാണ് മൂഴിക്കുളം പള്ളി വട്ടപ്പറമ്പ് നമ്മൾ പോണ വഴിക്ക്. അപ്പൊ നമ്മളങ്ങനെ അങ്കമാലി എത്തിയിട്ടോ. അങ്കമാലി ജംഗ്ഷൻ അല്ല, അങ്കമാലിയുടെ ഇപ്പുറത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അവിടെ. നമ്മളെ LFന്റെ മുമ്പിലെത്തില്ലേ? ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി. നല്ല ബ്ലോക്കാണല്ലോ രാവിലെ തന്നെ. മഴയല്ലേ, എവിടെയെങ്കിലും കുഴികളൊക്കെ ഉണ്ടോ? ഏതെങ്കിലും വണ്ടി പോയി കുഴികളൊക്കെ ചാടിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഞങ്ങൾ പെരുമ്പാവൂര് നമ്മുടെ ജോസഫ് ഡോക്ടറിന്റെ ഫാമിലിക്ക് എത്തിയിട്ടാ. ഡോക്ടർ എന്നെ കണ്ട വശം തന്നെ പറഞ്ഞു ഞാൻ ക്ഷീണിച്ച് ഭയങ്കരമായിരുന്നു അല്ലേ? ശരിക്കും ഉറക്കക്ഷീണല്ല, ശരിക്കും 99 അതായത് 100 കിലോയിൽ നിന്നും ഞാൻ 93 കിലോയ്ക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഒരു ആത്മവിശ്വാസം. ഗുരുവിന് തോന്നണില്ലെങ്കിലും അല്ലേട്ടനൊക്കെ തോന്നിയില്ല അല്ലേട്ടാ? അത് പറയാൻ ഒരു വിഷമം. അപ്പൊ നമ്മള് ഇവിടെയാണ് മീനെ പിടിക്കാനായിട്ട് വന്നേക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറെ പ്രാവശ്യം കാണിച്ചേക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ താന്നു പോവേ എന്തോ. മഴ ആയതുകൊണ്ട് കുറച്ച് ഇടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അപ്പൊ രണ്ടും കൂടി ഒരുമിച്ചായി പോവില്ല അങ്ങനെ? ഇല്ലില്ല, ചിലപ്പോ ഇത് പൊളിക്കും. ആ അടുത്തുള്ള ബണ്ട് പൊളിച്ചിട്ട് സിംഗിൾ പോണ്ടാക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. ആണോ? വലിയൊരു പോണ്ട്, അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ് ഇപ്പൊ തന്നെ. ഒരു പോണ്ട് ഏതാണ്ട് 10-40 സെന്റ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ മീനുണ്ടോ? ഇവിടെ നമ്മുടെ മറ്റേ മീനുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ സ്ലിപ്പ് ആവാൻ ചാൻസും ഉണ്ട്. ഇവിടെ ഫുള്ള് വെള്ളമുള്ള ഡോക്ടറെ? ഇല്ലയോ? ഓ, കുളം മുങ്ങിക്കണ്. പോണ് കോഴിക്കാർപ്പുകൾ. കൊറേയൊക്കെ കഴിഞ്ഞ വേനൽക്കാലത്ത് എന്തോ ഒരു മോട്ടർ പമ്പ് ഒക്കെ ചെയ്തിട്ട് കുറയാൻ നമ്മൾ വന്നപ്പോ എല്ലാരും അടുത്തേക്ക് തന്നെയുണ്ട്. റോഡ് ചത്തുപോയാൽ ഡോക്ടറിന്റെ സൗണ്ട് ഇട്ടപ്പോ എല്ലാം ഓടിപ്പോയി. എല്ലാം ക്വാളിറ്റികളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ നടക്കുന്നു.
മിണ്ടാണ്ട് നിങ്ങള് വന്നെ ഒരു വെള്ളം വരുന്നു. പ്ലാറ്റിനം വൈറ്റ് വിലയുള്ള സാധനം. തീറ്റ കിട്ടുന്നത് ചോടി വരുന്നതാണ്, പക്ഷെ ഒന്നും കൊടുക്കാനില്ല. അപ്പൊ ഇതിന്റെ കുഞ്ഞുങ്ങളെ മേടിക്കാനാണ് നമ്മൾ ഇന്നിവിടെ വന്നേക്കുന്നത്. കുഞ്ഞല്ലല്ലോ, വലുത് തന്നെയല്ലോ. അതെ, വലുത് മീൻസ് ഇത്ര ഇല്ലല്ലോ, ഇത് ഭയങ്കര സൈസ് അല്ലേ? ഈ വലിപ്പമൊക്കെ ശരിക്കും ഏകദേശം അത്ര, ഏറ്റവും 2 ഫീറ്റിന്റെ അത്ര ഇല്ല എങ്കിലും. എന്റെ കിണറിൽ കിടക്കൂലോ അല്ലേ? കിണറിന്റെ അകത്ത് കിടക്കൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ മുമ്പ് ഒത്തിരി സൈസ് എല്ലാം നോക്കിയെടുക്കാണ്ടിരുന്നാ മതി. അതിന്ന് എന്നാലും ഇത്തിരി ഭംഗിയുള്ളതിനൊക്കെ അതല്ലേ ഏറ്റവും ഭംഗിയുള്ളതിനൊക്കെ. എനിക്ക് കിണറിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് 2 or 4 എടുത്ത് സെലക്ഷൻ സമ്മതിക്കാറില്ല. പിന്നെ തണ്ണിക്ക് ആയതുകൊണ്ട് സെലക്ഷൻ സമ്മതിക്കാം. മതി, പച്ചയും മഞ്ഞയും നീലയും ഒക്കെ വേണം. എനിക്കറിയില്ല, അങ്ങ് കോരും കിട്ടിയതും കൊണ്ട് വീട്ടിൽ പോയി. മഴയത്ത് പച്ചയുണ്ടോ മഞ്ഞുണ്ടോ എന്നൊന്നും നോക്കാം. മീനെ പിടിക്കാനായിട്ട് പോകണ്ട. ഡോക്ടർ ഇവന്റെ പേരെന്തായിരുന്നു? ബ്രൗണി ഉണ്ട് അവിടെ. പോണ് ബ്രൗണി. ഞാനടാ സണ്ണി. അന്ന് വന്നിണ്ടായത് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. നോക്കി ആലോചിച്ച് നോക്കിയേ, മണത്ത് നോക്കി, മണം മനസ്സിലാവണല്ലേ? പോണു കടി കിട്ടണ കമ്പ് പോവാം. ചേട്ടൻ മീനത്തെ അവിടെ കോരാൻ പോവാണ്. എനിക്ക് വേണ്ടത് പിലോപ്പീനിയല്ല. ഇതുണ്ടാനു ചേട്ടൻ, നമ്മുടെ മുമ്പത്തെ പല വീഡിയോയിലും ഉണ്ടാനു ചേട്ടൻ. ഇങ്ങനെ കോരിയാ പിന്നെ മീനെ കിട്ടുമോ? അടാ ഇന്ന് കോരിപ്പോ എങ്ങനെ പിലോപ്പി വന്ന് പെട്ടെന്ന്? ഇപ്പുറത്തണ്ട ശരിക്കും പിലോപ്പി കിടക്കുന്നത്. നമ്മള് വരുമ്പോ ഇങ്ങനെ വരും. ചേട്ടാ എടുത്ത് ചാടിയാലോ? എത്ര രൂപയ്ക്ക് കൊടുക്കും? അറിയില്ല. ഇതിപ്പോ സെയിലിന് റെഡി ആയിട്ട് എന്താ? ഒരു നെറ്റ് പോയിരിക്കും, ഞാൻ ഒരു നെറ്റ് പോയിരിക്കും. ചാകര കടപ്പുറത്തിനി ഉത്സവമായി. ഡോക്ടർ മെറ്റാലിക് എന്ന് പറഞ്ഞിട്ട് ഇതാണോ? അതല്ല, മറ്റേ മഞ്ഞ അതേ എടുക്കും. ഇതിനെടുത്തോട്ടെ? എടുത്തോ, തണ്ണിക്ക് ഇഷ്ടമുള്ള എടുത്തോ. എടുത്തോ പിടിക്കണ്ടോ? എടുത്തോ. ഇങ്ങനെ എടുക്കാം. ഒരു കൈ തലയിൽ പിടിക്കും. അത് തന്നെ, മൊഹാടെ കണ്ണടച്ച് പിടിക്കും. കണ്ണടച്ച് പിന്നെ ചാടില്ല. പിന്നെ ഇരുട്ടായില്ല, പിന്നെ അറിയാൻ കൊള്ളല്ലോ. ഡോക്ടർ മഞ്ഞ സാധനം ഏതാ ഇത്? ഇതൊക്കെ എടുത്തോ. ഇതൊക്കെ അത് ഇതൊക്കെ വെള്ളത്തിൽ കിടക്കണതാണ് എൻ്റെ ശരിക്കും. ഇത് ഭംഗിയുള്ള സാധനമാണോ? ആ, അല്ലെങ്കിൽ ഇതാണോ? അതെടുത്തോ. അതൊക്കെ മെറ്റാലിക്കോ. ബ്ലാക്ക് കളറുള്ളത്. ബ്ലാക്ക് കളറാണ്, അമൂർ കാർപ്പയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഇല്ല, ഫുള്ള് ബ്ലാക്ക്. വെള്ളയമ്മ ബ്ലാക്ക് ഉള്ളത്. ബ്ലാക്കും റെഡ് ഇങ്ങനെ മിക്സ് ആയിട്ട് വരില്ലേ? ഡോക്ടർ മുമ്പ് പറഞ്ഞ എത്ര കണ്ട് ലക്ഷങ്ങൾ വില ഉള്ളതാണ്. അത് അത്ര വലുതൊന്നുമില്ല, അല്ല കുഞ്ഞിനൊക്കെ കിട്ടുമോ? മിൽക്കി വൈറ്റ് വേണം. ചിറകുള്ള സാധനമാണോ? ചിറക് ഇതിനല്ല, ചിറകുള്ളത് ബട്ടർഫ്ലൈ. ഇത് ബട്ടർഫ്ലൈ ആണോ? ഏതാ? ഇതൊക്കെ എടുത്തോ. ഇതൊക്കെ അത് ആക്ച്വലി അല്ല, സ്ട്രെസ് വന്നേക്കണ ഇപ്പൊ പിടിച്ചതിന്റെ.
ഇതിനൊക്കെ വേണ്ട. എന്നാ കിട്ടും വേണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇത് എന്നിട്ടാണ്ട് വെള്ള കളറിലിരിക്കുന്നു. ഇങ്ങനത്തെ കളർ അശി കൊള്ളില്ല പറഞ്ഞ. ഏറ്റവും കുറഞ്ഞ ഞാനൊക്കെ പണ്ട് കണ്ടുപിടിച്ചു. പക്ഷെ എനിക്ക് അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെങ്കിലും എടുത്തോ. ഇതൊക്കെ ഏതാക്കി എടുത്താ ഞാൻ ഇതിന് പയ്യെ ഇത് വന്നു തുടങ്ങി. ഇല്ല അതിനെ വറക്കാൻ വേണ്ടി. ഇതൊക്കെ കൂടി അതിലിട്ടെങ്കിൽ അപ്പുറത്തേക്ക് കിട്ടോ മാറ്റിട്ടോ. ഇത് വേണോ വേണ്ടല്ലോ. അതിനൊക്കെ വേണ്ട. അങ്ങനെ ഭംഗിയില്ല. ഭംഗിയുള്ള യെല്ലോ വേണോ? യെല്ലോ വേണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇടുകയാണോ പിടിച്ച്? ഇത് പ്രസവിക്കാറായോ? ഇത് വയറ് വീർത്തിക്കണ്. മുട്ടയുണ്ടോ? ഇട്ടോട്ടെ. അതിന് ഇട്ടോ എൻ്റെ രണ്ടെണ്ണം ഉണ്ട്. കേട്ടോ ഫാമിലി ഇട്ടോട്ടെ കിട്ടും. ഇട്ടതാ ഇനി തിരിഞ്ഞ് പിടിക്കൽ കിടക്കുമല്ലോ തോന്നുന്നു. ഇത് ചിറകുള്ള ടൈപ്പാണോ? അല്ല അല്ല ചെറുകുള്ള ടൈപ്പിനാ. ചിറകുള്ള പാറ്റാനുള്ള ടൈപ്പ്. ഈ കളർ വേണം കണ്ട. മോഹം എടുത്തില്ല. കബൂത്തോ 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 കബൂത്തോറ എന്തേതാ? ഇതാ ഇതാ നല്ല അപ്പുറം. ഇത് പ്രായല് പോലെ എന്തായിരിക്കണല്ലോ. ഒരു പീസ് മതിയത്. അതൊക്കെ ഒരു പീസ് മതി. ഇത് വേണോ? ബ്ലാക്കും വൈറ്റും ഡിസൈനോ? വേണോ? അത് ഇപ്പൊ 2-3 ആയില്ലേ. പിന്നെയും വെള്ളം തന്നെ ഇട്ട് പ്രസവിക്കട്ടെ ഡോക്ടറെ കിടന്ന്. അങ്ങനെയൊന്നും ആവില്ല. ഈ ഓറഞ്ച് മെറ്റാലിക് വേണം. എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവും. അതല്ല ഈ സാധനം ഇതാ വിലയുള്ള മീനാണോ? സെപ്പറേറ്റ് അതൊരു പീസ് തന്നെ 1200 രൂപ വില വരും. ഈ കളറുകളെ കുറിച്ച് എനിക്കൊരു ഗ്രാഹ്യം ഇപ്പം ഇല്ല. ഞാൻ പഠിക്കാൻ പോകുന്നു. കണ്ടോ നല്ല ഭംഗിയുള്ള അതിനടുത്ത് കാട്ടിക്കൊള്ളൂ. അല്ല അതിന് എഗ് ഉണ്ട് വയറ്റില്. അപ്പൊ എന്റെ കിണറ്റി പോയി പ്രസവിക്കില്ലേ? പ്രസവിക്കില്ല. അത് അത്രയും ചെല്ലുമ്പോ ചത്തു. അത് അത്രയും വേറെ ഒരു തന്നെ എടുത്ത് പുറത്തേക്ക് വിട്ട്. ഇതിനെ പിടിച്ചോ. മൾട്ടി കളർ സിംഗിൾ കളർ പ്യൂർ റെഡ് ഫുൾ. അവിടെ ചെല്ലുമ്പോ ഇത്രയും ചുമപ്പ് ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഇപ്പൊ തന്നെ മാറും. വേണ്ടല്ലോ വിട്ടാക്കട്ടെ. വിട്ടാക്കട്ടെ. അവിടെ നിന്ന് പിടിക്കും. അല്ല അപ്പൊ ഇതിന്ന് ഇങ്ങനെ അപ്പുറത്തേക്ക് എത്തണം. അവിടെ പമ്പ് ചെയ്യുമ്പോ കുഞ്ഞുങ്ങൾ അപ്പുറത്തേട്ട് വന്ന് ഇവിടെ കിടന്ന് വലുതാവും. പിന്നെ ഇതില് വന്നിട്ട് ബ്രീഡായി ഇതാവൂലോ. ഇതൊക്കെ സൈഡിലേക്ക് ചാഞ്ഞു പിടിങ്ങിലോ. ഓക്സിജൻ അടിക്കും. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. മതിയില്ലേ? ആ മതി. എന്താ കള. ഇത് കൊള്ളാം. ഇതും കൊള്ളാം. ഇതൊക്കെ ഈ ഒരു സൈസ് ശരിക്കും 1000-2000 രൂപയൊക്കെ വില വരും. അപ്പൊ എനിക്ക് അങ്ങനത്തെ വലുതിന് തന്നു ഡോക്ടർക്ക്. കിട്ടണ്ടേ? പണി മൊത്തം മാറിപ്പോകും. ഇതിൻ്റെ അത് മീനുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഇട്ട് വാരാൻ പറ്റില്ല. നമുക്ക് അത് വേണോ ഇത് വേണോ എന്നൊക്കെ തോന്നും. അങ്ങനെ കിട്ടൂല. തന്നെ ഒരു കാര്യം ചെയ്ത് മൊത്തമായിട്ട് അങ്ങ് പരിപാടി ഇല്ലല്ലോ. നമ്മുടെ മീനിവിടെ ഓക്സിജൻ നിറച്ച് ഇവിടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുക. ചേട്ടൻ പിടിച്ച് കവറിലേക്ക് ആക്കുന്നു. അവിടെ ചേട്ടൻ ഓക്സിജൻ നിറയ്ക്കുന്നു. ചേട്ടാ ഇപ്പൊ എത്ര കവർ അടിച്ചു? 3 കവർ കൊണ്ടുവന്നോ. 3. ഇത് 4ാമത്തെ കവറ. തീരില്ല. ഇവിടെ മീനുകളെ ഇപ്പം ഇഷ്ടം പോലെയാണ്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ?
അപ്പോൾ ഇവിടുന്ന് സംഭവം സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിലായിട്ടാണ്. സൈസ് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കാം കേട്ടോ. ഡോക്ടറിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് ആ ഒരു ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. മുന്നേ വിളിച്ച് പറയണം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് പറയാം. നമ്മുടെ മീനുകളെല്ലാം ഇത് കവറിലാക്കിയിട്ടുണ്ട് എല്ലാത്തിനും. പിന്നെ നമ്മളിവിടുന്ന് കൊണ്ടുപോകാൻ പോകണം. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉണ്ട്, ഇങ്ങനത്തെ മീനെ വളർത്താനായിട്ട്. പക്ഷെ എന്ത് കേട്ടും നടക്കണ്ടായില്ല. ഇപ്പോഴാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടിയത്. എന്തായാലും ഇനി അവരെ ഇപ്പം തൽക്കാലം കിണറ്റി കൊണ്ടിട്ടിട്ട് അപ്പുറത്തെ എവിടെയെങ്കിലും ഒരു ടാങ്ക് സെറ്റാക്കി വേണം അതിൽ കൊണ്ട് ഇടാനായിട്ട്. കൂടെ മഴ പെയ്തു. ഞാൻ വണ്ടി എടുത്ത് ചെല്ലട്ടെ. കുട്ടി പോയില്ലല്ലോ, ഒന്നും കൊള്ളാനില്ലല്ലോ. സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. സീറ്റിന്റെ അടി താഴെ വെച്ചോ, ഇത് പോയില്ല. സീറ്റിന്റെ താഴത്തേക്ക് പോയി. സ്പേസ് കുറവല്ലോ. അവിടെ വെച്ചാലും ഇതിന്റെ മണ്ടയ്ക്കൊക്കെ വെച്ചോ. അല്ല ഇത് ഇനി വേറെണ്ണല്ലോ, രണ്ടെണ്ണല്ലോ. ഇതൊക്കെ ഇത് അടച്ചിട്ട് ഇതിന്റെ പുറകെന്ന് കയറ്റി വെച്ചോ, അകത്തുനിന്ന് കയറ്റി വെച്ചോ. സണ്ണിച്ചേട്ടാ ഇത് അടച്ചോ, എന്നിട്ട് ഇതിന്റെ മേളിൽ വെച്ചോ. അങ്ങനെ ഞങ്ങൾ ഇതേ മീനൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കേണ്ട വീട്ടിലേക്ക്. എന്താവെന്ന് അറിയില്ല, വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം എന്താവും എന്നുള്ളത്. ഓൾറെഡി പിന്നിൽ നമ്മുടെ സീറ്റിന്റെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. കാണിച്ചേട്ടാ സീറ്റ് ബാക്കിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കണേ. ഒരു കുഴപ്പമുണ്ടാവില്ല. വില്യന്മാരെ സെപ്പറേറ്റ് കവറിലേക്ക് ആക്കിയിട്ടുണ്ട്. പട്ടി സീബ്ര ക്രോസിങ് നടത്തണം. കറക്റ്റ് വഴി കൂടെ ക്രോസ് ചെയ്യണം. അതൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ടായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇവിടെ മീനെങ്ങനെ സുരക്ഷിതമായി ഇതേ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അനിലേട്ടൻ അവിടെ നിന്ന് എടുത്തോണ്ടിരിക്കുക. വല്യന്മാരായാലുണ്ടാ. ഓ അതിലൊരുത്തൻ കിടപ്പായി തോന്നുന്നു. അതില് ഇവന് കുഴപ്പമില്ല. അവനാണ് എന്തോ ഒരു എനിക്ക് സ്ഥലം ഇല്ലാണ്ട് കിടക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് പോട്ടെ. നമ്മുടെ മീൻകൂട്ടന്മാര് ഇനി ചിലപ്പോൾ ഇപ്പം ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. ഇവരൊക്കെ അത്യാവശ്യം സൈസുള്ളവരുണ്ടോ. വല്യന്മാരാണ്. ഇത് കുഞ്ഞുങ്ങളാണ്. ഇത് മീഡിയം സൈസുകൾ. അപ്പോൾ ആദ്യം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ഇവരുടെ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഇനി ഉള്ളിലേക്ക് ഇടണമെങ്കിൽ. ഇച്ചിരി നേരം കഴിഞ്ഞ് ഇനി ഇട്ടിട്ട് കാണും. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിലൊക്കെ ഇവിടെ ഇറക്കി വെച്ച് ടെമ്പറേച്ചറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉമ്മാരയിലേക്ക് ഇടാൻ പോകണ്ട. ഫിഷ് ടാങ്കിൽ ഇടാൻ പറ്റില്ല, ബിഗ് അല്ലേ. ഇവിടെ ഒരു കുഞ്ഞു ടാങ്ക് ഉണ്ടല്ലോ, അതിൽ കൊണ്ടിടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ മീനും അവിടെ ഇട്ടുട്ടോ. മീനിട്ടിട്ടേ മീനെ കാണിക്കാന്ന് വെച്ചപ്പോൾ മീനുകളെല്ലാവരും അടിക്ക് പോയി. ഒരാൾ പോലും മുകളിലേക്ക് വന്നില്ല. എല്ലാവരും അടിക്ക് പോയി. അറിയില്ല. എന്നാലും ഇവരെ ഇവിടെ പോയി. ഇതിൽ ഒരെണ്ണം വലുതുണ്ടല്ലോ ചേട്ടാ. കുഴപ്പമില്ല, എന്തായാലും ഇവിടെ കൊണ്ടിടാം. വാടാ സ്റ്റീവേ, വാടാ മോന്. എങ്ങടെ പോണേ? ഒശോ വെള്ളം ഒരു ഇച്ചിരി കളഞ്ഞേക്കാം അല്ലേ. ഞാൻ ചാടി പോയാലോ. ഞാൻ ചാടി പോവാന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ നെറ്റൊന്നും ഇല്ല. നമുക്ക് അവരെ വിശ്വസിച്ചിടാ ചേട്ടാ. ഈ വെള്ളം എത്ര ഒഴിക്കണ്ടേ? ഏയ് ഞാൻ പിടിച്ചിടണുള്ളൂ. നോക്കിയടാ ഇത്ര നേരം ഞങ്ങളുടെ പരിപാടി പിടിച്ചിടല്. 7 ഉണ്ടായിരുന്നു. 7 കൂട്. സൂപ്പർ. ഉപദ്രവകാരിയുടെ എല്ലാം തോന്നല്ലേ. പച്ചപ്പാവങ്ങളൊന്നും കാണിക്കണ്ട. പോയി സാറില് കാണിക്കേണ്ടത് മറ്റവരായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലുതായിട്ട് പിടിക്കുമ്പോ കാണിക്കാം. കയ്യില് വരുമ്പോ കണ്ടു. നോക്കിക്കോ. അതൊട്ടും കാണാൻ പറ്റിയില്ല. കഴിഞ്ഞോ? ഇതിലുണ്ടാ. അതെ
പിടിച്ചു ഇനി വേന എടുക്കും ഇനി എല്ലാവരും നോക്കു വെച്ചു അപ്പൊ പിടിച്ചു തരാം കുറച്ച് കഴിയുമ്പോ കൊച്ചിന് പിടിച്ച് കാണിച്ചു തരാട്ടാ. പിടിക്കും അപ്പൊ പിടിക്കും പിന്നെ പിടിക്കാം. ആ ഓക്കേടാ മാനു പോവാണ്. മനു ബൈ ബൈ. ബൈ ബൈ ടാറ്റ. എല്ലാം ബ്ലാക്ക്, സൈക്കിള് ബ്ലാക്ക്. ആ അതേ തന്നെ കിട്ടിയാ. ഒരു മിനിറ്റ് മാനോ നോക്കട്ടെ. സന്തോഷായ ഗ്രേസോ? ഗ്രേസ് മോളിൽ പോയി. ഗ്രേസ് വാ മീന കാണിച്ചതാ. ബൈ ബൈ. ആ മഴയത്ത് വന്ന് ചേച്ചി വന്നിട്ടുണ്ട്. ഗ്രേസ് മോളിലാ. ചേച്ചിക്ക് വരാൻ പറ്റുമോ? മണ്ണായി ചാടിപ്പോ. വലിയതാണ് മീന. അവിടെ കൊണ്ടിട്ട് കിണറ്റിലോണ്ടിട്ടൂടി മീൻ ഇപ്പൊ അപ്പ മേടിക്കാൻ പോയി. പോണു വേണേ നോക്കോ. ഓക്കേട്ടാ. അതിന് ശ്വാസം കിട്ടാണ്ട് വാ തുറക്കുന്നു. മതി ഇനി പിടിക്കണ്ട കേട്ടാ, നീ വയ്യാണ്ടാവും. ഇവരെ കാണിക്കാൻ വേണ്ടി വീണ്ടും എടുത്തതാ. ആ ചാച്ചനെ കണ്ടില്ല അന്ന് അഞ്ജലി. നീ കണ്ടില്ലായിരുന്നു? ചേട്ടനെ കാണാൻ എത്ര ആൾക്കാരെ വെയിറ്റ് ചെയ്യണേ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ മീൻ കൊണ്ടുവരൽ സംരംഭം സക്സസ് ആയിട്ട് ഇവിടെ വരെ എത്തി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എത്രയും സേഫായിട്ട് ഇവിടെ എത്തുന്നു. കാരണം നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. കുറേ ലേറ്റായി. വണ്ടി വെറുതെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെറുതെ വഴിയിൽ അവിടെയൊക്കെ ആയിട്ട് നിന്നു. എനിക്ക് വേണേൽ 3/4 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 2.5 മണിക്കൂർ കൊണ്ട് ഞങ്ങളോട് എത്തിയെന്ന്. തീരെ മേടിക്കണം, ഇന്ന് പോയി മേടിക്കണം. നാളെ ഞായറാഴ്ച അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മീനുകളുടെ യാത്ര സുഖമായി എത്തിയിരിക്കുന്നു. ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ് വേറെ ദിവസങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ കൂടെ വരാം. ബൈ 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 ബൈ. സിയോടെ കാണിക്കാൻ പോയിക്കാ. വായ